ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. എന്തുണ്ട് വിശേഷം? ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഉച്ചയായല്ലേ, രാവിലെ ഇടണമെന്ന് വിചാരിച്ചതാണ്. ഇന്ന് കുറച്ച് ഓർഡറുകളൊക്കെ അയക്കാനുള്ളതിൻ്റെ തിരക്കുകളിലായതുകൊണ്ടാണ് വീഡിയോ വൈകിയത് കേട്ടോ. റെഡിയാക്കി ഇന്നലെ വയ്ക്കാനും പറ്റിയില്ല, അതുകൊണ്ടാണ് രാവിലെ വീഡിയോ ഇടാതിരുന്നത്. ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ സ്റ്റാർ സീനിയർ സുന്ദരികളുമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമായോ? 5 കളറാണ്. ഈ 5 കളറും ഇഷ്ടമുള്ളവർ പറയണം കേട്ടോ. എനിക്കും എല്ലാ കളറും ഇഷ്ടമാണ്. പിന്നെ എന്നാലും ഒരു പ്രത്യേക ഇഷ്ടം ആ മാമ്പഴ കളറിനോട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നാറുണ്ട്. ആ ആ പച്ച കളറും കൂടെ ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ ഒരു പ്രത്യേക ഭംഗി തന്നെ തോന്നാറുണ്ട്. അത് കാണുമ്പോൾ ഇങ്ങനെ മനസ്സ് നിറയാന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. ഇതാണ് ലെമൺ യെല്ലോ, മാംഗോ യെല്ലോ, അതായത് മാമ്പഴ കളറും ആ ലെമൺ യെല്ലോയും കൂടെ കാണുമ്പോഴാണ് ആ യെല്ലോ കളറിൻ്റെ വ്യത്യാസം. നമുക്ക് നേരിട്ട് ഭയങ്കര വ്യത്യാസമാണ്, പക്ഷേ വീഡിയോയിൽ അതത്രയും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഈ പ്രാവശ്യം ഞാൻ ഇതെല്ലാം എടുത്ത് നിലത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. പിന്നെ കണ്ടു, ഇതുപോലെ ഇപ്പം ചൂട് സമയമായതുകൊണ്ട് കട്ടിങ്ങും മുറിച്ച് വേര് പിടിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അതിൻ്റെ കാര്യം ഞാൻ കാണിച്ചില്ലേ, വളരെ നൈസായിട്ടുള്ള തണ്ടാണ്. അപ്പം പകലത്തെ ചൂടിൽ അതങ്ങ് വാടും. പിറ്റേന്ന് അതൊന്ന് ഹെൽത്തി ആയി വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാണ് വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്നോർത്ത് വളരെ കുറച്ച് കട്ടിങ്ങുകളെ നമ്മൾ വേരുപിടിപ്പിക്കാൻ എടുക്കുന്നുള്ളൂ. ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനും ഒരു ഭംഗിയാണല്ലോ. പിന്നെ ഇതിൻ്റെ വിത്ത് അങ്ങനെ മുളയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയും. കാരണം ഇത്രയും വിത്ത് വീണിട്ടും ഇതേവരെയും ഞാൻ എവിടെയും അങ്ങനെ നമ്മൾ പാകി നോക്കിയിട്ട് പിടിച്ചിട്ടില്ല. പിന്നെ അതുകൂടാതെ നമ്മളിങ്ങനെ വിത്ത് താഴെ തനിയെ വീണ് ഇതുവരെയും എവിടെയെങ്കിലും ഇത്രയും ചെടി നിൽക്കുന്നതല്ലേ, ഇതുവരെയും മുളയ്ക്കുന്നതും കണ്ടിട്ടില്ല. പക്ഷേ ചരിഞ്ഞൊക്കെ വീണ് കിടക്കുന്ന മണ്ണിനോട് മുട്ടിക്കിടക്കുന്ന ഭാഗമൊക്കെ പെട്ടെന്ന് വേര് പിടിക്കും ഈ ചെടിയുടെ. പ്രത്യേകിച്ച് മഴ സമയത്ത് മഴവെള്ളമൊക്കെ വീഴുന്നതുകൊണ്ടാണ് തണ്ടിൽ പോലും വേരിളകും. വേരിങ്ങനെ ഇതായിട്ട് വരുന്നത് കാണാം. ഈ കോളിസിനൊക്കെ വരുന്നത് പോലെ ഇതിനും വേരാകുന്നത് കാണാം നമുക്ക്. മഴക്കാലത്ത് ഇത് വേര് പിടിപ്പിക്കാൻ വളരെ ഈസിയാണ്, പക്ഷേ ചൂട് സമയത്ത് അത്രയും ഈസിയല്ല. പക്ഷേ എന്നാലും വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് കുറേശ്ശെയൊക്കെ. പിന്നെ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അതുപോലെ ലൈക്കും അടിക്കണം കേട്ടോ, മറക്കല്ലേ.